വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വണ്ടികളുടെ ഫുൾ കളക്ഷനാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിനി കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് ഓരോ വണ്ടികളായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഫുൾ കളക്ഷൻ. നമുക്ക് ഈ മേശ മൊത്തം ഉണ്ട്, പിന്നെ ഇവിടെ 2-3 സാധനങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ കുറേ ഇരിക്കുന്നതെന്ന് നമ്മൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫസ്റ്റ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ലംബോർഗിനിയാണ്. ഇതിൻ്റെ ഷോർട്സ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടവർക്കറിയാം. നമ്മൾ ആമസോണിൽ നിന്ന് 700 രൂപയ്ക്ക് വാങ്ങിച്ച ലംബോർഗിനിയാണ്. ഇതിൻ്റെ ഫീച്ചേർഡ് റിവ്യൂ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ. ഓക്കെ, കാണാത്തവർ കൊണ്ടേ പോയി കാണുക. ഇത് നമ്മൾ ബട്ടൺ അമർത്തുമ്പോൾ ലൈറ്റും സൗണ്ടൊക്കെ വരുന്നതാണ്. അതേപോലത്തെ രീതിയിൽ വരുന്ന വണ്ടിയാണ് ഈ റോൾസ് റോയ്സ് ഫാൻറ്റ. ഓക്കെ, വേണ്ട, ഈ സൗണ്ടും ലൈറ്റും എല്ലാം നമ്മുടെ ലംബോർഗിനിയിലെ അതേപോലെയാണ്. ഇതിൻ്റെ ലൈറ്റ് ഫുൾ വൈറ്റ് ആണ്. ഇത് കുറച്ച് ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ലൈറ്റുകളാണ്. വേണ്ട, ഇതിൻ്റെയും നമ്മൾ ഷോർട്സും പിന്നെ ഡീറ്റെയിൽ റിവ്യൂ എല്ലാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ 800 രൂപയ്ക്കാണ് വാങ്ങിച്ചത് ആമസോണിൽ നിന്ന്. പിന്നെ ഇതാണ് നമ്മുടെ പോളോ, സെൻറ്റി ടോയ്സിൻ്റെ പോളോയാണ്. ഇതും നമ്മൾ കുറേ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേണ്ട, സെൻറ്റി ടോയ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ 300 രൂപയ്ക്ക് വാങ്ങിയാണ്. സെൻറ്റി ടോയ്സിൻ്റെ എല്ലാ കളിപ്പാട്ടങ്ങളും 300 രൂപയ്ക്കാണ് വരുന്നത്. നമ്മൾ ആ സെൻറ്റി ടോയ്സിൻ്റെ തന്നെ ഫോർച്യൂണറാണ്. ഫോർച്യൂണറിന് കുറച്ച് ഡാമേജ് പെട്ടിട്ടുണ്ട്, പഴയതാണ്. ഓക്കെ, അലോയ് വീൽസൊക്കെ ഗ്ലാസ്സൊക്കെ പൊട്ടി, ലൈറ്റൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. നമ്മുടെ ടയർ വൈറ്റ് ആയിരുന്നു, ഇപ്പം എന്തോ ചെറുതായിട്ട് എന്തോ പ്രശ്നം പറ്റിയതാ, എന്തോ ലൈറ്റ് കളറായത്. അതെ, പിന്നെ നമുക്ക് ഇവിടെ നമ്മളെ ജി വാഗൺ നമ്മൾ പെയിൻ്റ് അടിച്ച് മോഡിഫൈ ചെയ്തതാണ്. നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന ഷോർട്സിലെല്ലാം ബ്ലാക്ക് ആയിരുന്നു, നമ്മൾ ഓറഞ്ചും കൂടെ അടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മോഡിഫൈഡിൻ്റെ ഷോർട്സും നമ്മൾ ഇട്ടിട്ടുണ്ട് ചാനലിൽ. ഓക്കെ, ഇനി നിങ്ങൾക്കിത് നമ്മുടെ ഈ കളറിങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ, നമ്മൾ അതുപോലെ ഇത് ഒന്നും കൂടെ മോഡിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇത് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റോക്ക് റോളർ ഗൈസ്. ഇതിൻ്റെ കൂടുതൽ വീഡിയോസൊന്നും നമ്മൾ ഇട്ടിട്ടില്ല, കാരണം ഇതിന് ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ബാറ്ററിക്കൊക്കെ ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഇത് നേരെ ഓടുന്നില്ല. അപ്പം നമ്മൾ റിവ്യൂ ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷേ സൂപ്പർ വണ്ടിയായിരുന്നു. 4 വീൽ ഡ്രൈവ് ആണ് വണ്ടി. 2000 രൂപയ്ക്ക് നമ്മൾ പുറത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്, റിമോട്ട് കൺട്രോൾഡാണ്. ഇത് നമ്മളെ കംപ്ലൈൻ്റ് മാറ്റിയിട്ട് എൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ വരുന്ന വണ്ടി ഇത് നമ്മുടെ റാപ്റ്റർ ഗൈസ്. ഇനി നമ്മളെ അടുത്തതാണിത് ഫോർഡ് റാപ്റ്റർ. ഇത് നമ്മൾ ചെറിയ രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ബോണറ്റിൽ, അതെ, ബോണറ്റ് ഇതേ ബ്ലാക്കും, പിന്നെ നമ്മുടെ റൂഫിലും ഇവിടെയൊക്കെ കുറച്ച് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ള മഞ്ഞ അടിച്ചപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇരുന്നപ്പോഴും നമ്മൾ ഷോർട്സ് ഇട്ടു, പിന്നെ നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ബാറ്ററി ഇട്ട ലൈറ്റ് കത്തും. അതെ, ഇതിൻ്റെ താഴെ ബാറ്ററി ഒരു പാക്കറ്റ് വരുന്നുണ്ട്. പക്ഷേ അവിടെ നമുക്ക് ബാറ്ററി ഇടാനില്ല. ഇട്ടാൽ നമ്മുടെ ഈ BMW-നും റോൾസ് റോയ്സിനും കാണിച്ചു തന്ന പോലത്തെ ഫീച്ചർ ഇതിനുണ്ട്. ഓക്കെ, ലൈറ്റൊക്കെ കത്തുന്നതാണ്. ഇനി അടുത്ത വണ്ടി നമ്മൾ താറാണ്. ഓക്കെ, അതെ, ഇത് നമ്മൾ 200 രൂപയ്ക്ക് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ജീപ്പാണ് നമ്മുടെ താറ്. പഴയ മോഡലാണ്. ഓക്കെ, ഇപ്പോഴത്തെ മോഡലിൽ ടോയ് അവൈലബിൾ അല്ല. അതുകൊണ്ടോ ടയർ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അതെ, ടയർ ഈ വൈറ്റ് സ്റ്റിക്കറിങ് നല്ല ഭംഗിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഈ ടയറിന് ഈ സ്ഥലമൊക്കെ നല്ല ഇതുണ്ട്.
ഗൈസ് ഇനി അടുത്ത 2 കുറച്ച് ലോക്കൽ ടോയ്സാണ്. നമ്മൾ 100 രൂപയുടെ ഒരു ലംബോർഗിനിയാണ്. ഓക്കെ, ഇത് മറ്റേ ഒരു റിമോട്ട് കൺട്രോൾ ആയിരുന്നു. അത് നമ്മൾ മോട്ടോറൊക്കെ അഴിച്ചു കളഞ്ഞത് നോർമൽ ഒരു വണ്ടി ആക്കിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു ഫെറാറി. ഇത് നമ്മൾ 300 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ഇത് കുറേ ഡാമേജ് ഉണ്ട്. ഓക്കെ, ഗ്ലാസ്സൊക്കെ ഇളവി, പിന്നെ ബാറ്ററിയുടെ ക്യാപ്പൊന്നും കാണാനില്ല, വർക്കിംഗ് അല്ല. ഓക്കെ, എന്തൊക്കെയോ പറ്റി ഇതിന്. അതും നമ്മൾ മോട്ടോറൊക്കെ ഊരി നോർമൽ വണ്ടി ആക്കിയിരിക്കുകയാണ്. ഗൈസ് അടുത്തതാണ് നമ്മുടെ 2 ഹീറോസ്. ഗൈസ് നമ്മൾ ഈ 2 BMW ഷോർട്സ് ഒരു 6-7 ഷോർട്സ് ഇട്ടു. പക്ഷേ എല്ലാം നല്ല വ്യൂവേഴ്സ് ഉള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ട 2 വണ്ടികളാണെന്നാണിത്. കണ്ടോ, നമ്മൾ BMW X4. ഇത് നമ്മളെ ഫ്രണ്ട് ചെറിയ ഒരു ഹോളൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഓടിച്ചപ്പോൾ ഇടിച്ച് പൊട്ടിയതാണത്. കണ്ടോ, ഇപ്പോഴും പക്ഷെ അതിനൊരു അതെ, ഇപ്പോഴും നല്ല സൂപ്പറായിട്ട് ഓടുന്നുണ്ട്. ഇതിന്റെ റിമോട്ടിനൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. അതെ, ഇതിന്റെ റിമോട്ടിനെ പറ്റിയോണ്ട് ഇതിനെ ഓട്ടിക്കാൻ പറ്റൂലായിരുന്നു. അത് മാത്രമേ ഒരു കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. അടുത്തതാണത് BMW i8. ഇതും നമ്മൾ 600 രൂപയ്ക്ക് പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഗൈസ് ഇത് നമ്മുടെ സ്റ്റിയറിംഗ്, നമ്മുടെ ടയർ തിരിഞ്ഞിരിപ്പുണ്ട്. അത് നമുക്ക് അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കാം. അലൈൻമെൻറ്റ് ഇതേ റൈറ്റിലോട്ടിരിക്കുകയാണ്. നമുക്കിതിനെ ശരിയാക്കാം. നേരെ വെച്ചാൽ ഇപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതും നമ്മൾ ഇന്നലെ ഇട്ട ഒരു ഷോർട്സ് തന്നെ 400-ന് മുകളിൽ വ്യൂവേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും വ്യൂവേഴ്സിന് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഓക്കെ, എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇതേ ഇത്രയും വണ്ടികളാണ്. നമുക്ക് അടുത്തത് 3 ഐറ്റമാണ്. മോൺസ്റ്റർ ട്രക്ക്. ഇത് നമ്മൾ ലുലു മാളിൽ നിന്ന് വാങ്ങിച്ച മോൺസ്റ്റർ ട്രക്കാണ്. 300 രൂപയ്ക്ക് വാങ്ങിച്ചത്. സൂപ്പറാണ്. നമ്മൾ 3-4 വർഷമായി ഇത് വാങ്ങിച്ചിട്ട്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, ഒരു ഡാമേജ് ഇല്ല. വലിച്ചിട്ട് വിടുമ്പോൾ അതിങ്ങനെ കറങ്ങും. അതൊക്കെ നല്ല ഫീച്ചർ ഉണ്ട്. യെസ്, അത് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. ഓക്കെ, അടുത്തത് നമ്മളെ റോക്ക് റോളർ. യെസ്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ചെളിയിലൊക്കെ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്നതെല്ലാം നമ്മൾ ഷോർട്സ് ആയിട്ട് അതിൻ്റെ ചെളിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതാണ്. എന്താ, വണ്ടി കിടിലൻ വണ്ടിയാണിത്. ഇതിനും ബാറ്ററി ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഓട്ടിച്ച് ഓഫ് റോഡ് ചെയ്യുന്ന വീഡിയോ ഒന്നും നിങ്ങൾക്ക് ഇടാത്തത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാറ്ററിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് നമ്മുടെ ലാസ്റ്റ് സെറ്റിലുള്ള സാധനമാണ്. ഇതാണ് നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ 10 സെറ്റ്. ഓക്കെ, ഇത് നമ്മൾ ഓരോന്നിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ. ഓഫ് റോഡിലൊക്കെ വെച്ചേക്കുന്ന ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു. ഇതാണ് നമ്മുടെ ഓഫ് ഡ്യൂട്ടി. പിന്നെ പോർഷെ, മെക്ലാറിൻ, ഫോർഡ്, പിന്നെയും പോർഷെ. നമുക്ക് 2 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ 2 റിപ്പീറ്റ് ആയിട്ട് ഓരോ വണ്ടികളുടെ പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോർഷെ 2 എണ്ണം ഉണ്ട്, SRT 2 എണ്ണം ഉണ്ട്. പിന്നെ നമ്മുടെ ഡ്രിഫ്റ്റ, ഷെവി, ബാൻ മൊബൈൽ, അങ്ങനെ 10 സെറ്റ് ഹോട്ട് വീൽസും നമ്മളെ കയ്യിലുണ്ട്. പിന്നെ നമ്മുടെ ഹോട്ട് വീൽസ് ഹണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആരെങ്കിലും കാണാതെ തന്നെ പോയി കാണുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ കളക്ഷൻ. ഓക്കെ, മൊത്തം ഒരു 8,000-9,000 രൂപയുടെ കളക്ഷനാണ് മൊത്തം. എല്ലാ വണ്ടികളുടെയും പ്രൈസ് കൂടെ കൂട്ടി, ഹോട്ട് വീൽസിൻ്റെയും കൂടെ കൂട്ടി. ഹോട്ട് വീൽസിന് തന്നെ 1000 രൂപ വില വരുന്നുണ്ട് ഈ 10 സെറ്റിന്. ഓക്കെ, അതിപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽഡ് റിവ്യൂ. ഓക്കെ, എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ നമ്മൾ വാങ്ങിക്കണമെന്ന് സജഷൻ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളത് വാങ്ങിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളെ കളക്ഷനെ പറ്റി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ നമ്മളെ ഷോർട്സ് ഒന്നും കാണാത്തവരാണെങ്കിൽ
ഇപ്പോൾ തന്നെ പോയി കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അഭിനവ് സൈനിങ് ഓഫ്.